നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. അവിടെ കൊയിലാണ്ടി ചേമഞ്ചേരിയിലാണ് നിർമ്മാണത്തിലിരുന്ന ഒരു തോരായിക്കടവ് പാലം തകർന്നു വീണത്. പാലം പണിയിൽ അപാകതയുണ്ട് എന്ന ആരോപണം ഉയരുകയാണ്. അപകടത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തു. ആ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ കുറച്ച് ഭീതിജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സംഭവ സ്ഥലത്ത് നിഖിൽ പ്രമേഷ് അവിടെ പോയിരുന്നു. നിഖിൽ പ്രമേഷ് അവിടെ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. കൊയിലാണ്ടി ബാലുശ്ശേരി ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവ് പാലം ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3:45 കൂടിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നതിൻ്റെ ഒരു ഭീമ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അത്ഭുതകരമായാണ് ഈ തൊഴിലാളികളടക്കം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. 2 പേർക്ക് എന്നിരിക്കെയും പരിക്കേറ്റിട്ടുണ്ട്. തലനാരിഴക്കാണ് ഈ നിർമ്മാണത്തിലിരുന്ന തൊഴിലാളികളടക്കം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അത് കാര്യമായ പരിക്കല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PMR കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പാലം തകർന്നു വീണതിൻ്റെ കാരണം അന്വേഷിച്ച് കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. നേരത്തെ ഈ കരാർ കമ്പനിയെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ നിർമ്മാണം കാര്യക്ഷമമായ രീതിയിലല്ല നടന്നത്, അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടന്നത് എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ എന്തായാലും ഉയരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാര്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉയരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നിലവിലത്തെ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഈ തകർന്ന് വീണ പാലത്തിൻ്റെ ആ ഭീമിൻ്റെ പണി പുരോഗമിക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഉള്ളത്. ഒരു വഞ്ചിയിലാണ് നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും പണി പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എത്രത്തോളം അശാസ്ത്രീയമായിരുന്നു ഈ നിർമ്മാണം എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ. എന്തായാലും ഇക്കാര്യത്തിലൊരു നടപടി, ഉറപ്പായൊരു നടപടി വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ പണി പുരോഗമിക്കുന്ന വേളയിൽ തന്നെ ഒരു ഉറപ്പില്ലാതെയാണ് ഈ നിർമ്മാണം നടക്കുന്നതെങ്കിൽ എന്തുറപ്പിലാണ് തങ്ങളടക്കമുള്ള ആളുകൾ ഈ പാലത്തിലൂടെ കടന്നു പോകുക എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ കൃത്യമായൊരു അന്വേഷണം ഈ കരാർ കമ്പനിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അവരുടെ നിർമ്മാണത്തെ സംബന്ധിച്ചും വേണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3:45 കൂടി തകർന്നു വീണ ആ ഭാഗം. അതിൻ്റെ ഒരു മധ്യഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ പാലത്തിൻ്റെ ഒരു മധ്യഭാഗത്താണ് ഇത്തരത്തിലുള്ളൊരു തകർച്ച ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ കൂടുതൽ തൊഴിലാളികൾ ഒരേ സമയം ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയതിന് 2 പേർക്ക് മാത്രമാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. എന്നാൽ അത് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ആ നാട്ടുകാരുടെ ആ പാലം ചിരകാല അഭിലാഷമായിരുന്നു. ആ പാലം വരുന്നതിൽ നാട്ടുകാർ വല്ലാത്ത സന്തോഷമാണ്. അത് പാലം പണി ഏതാണ്ടൊക്കെ പൂർത്തിയായി. നേരത്തെ ഉദ്ഘാടനത്തിൻ്റെ തീയതിയൊക്കെ ആയി, പിന്നീട് കുറച്ചുകൂടെ എക്സ്റ്റൻഷനൊക്കെ ഉണ്ടായതൊക്കെയാണത്. എന്തായാലും അത് പൊളിഞ്ഞു വീണു. അത് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണമെന്ന് നാട്ടുകാർ രോഷത്തോടു കൂടി പറയുകയുമാണ്.